അമേരിക്ക ഇറാൻ സംഘർഷം പരിഹരിക്കാനായി ഖത്തർ പ്രധാനമന്ത്രി ഇറാനിലെത്തി. സംഘർഷം ഓഗസ്റ്റ് 28-ന് 6ാം മാസത്തിലേക്ക് കടക്കവെയാണ് ഗൾഫ് രാജ്യമായ ഖത്തർ നിർണായക നീക്കം നടത്തിയത്. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന് ഖത്തർ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട്. മേഖലയിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളാണ് ഖത്തറും ഇറാനും ചർച്ച ചെയ്തത്. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി ഇത് സംബന്ധിച്ച് ഇറാൻ സംഘവുമായി കൂടിക്കാഴ്ചകൾ നടത്തി. സംഘർഷത്തിന് അയവ് വരുത്താനും കഴിഞ്ഞ 6 മാസമായി അടഞ്ഞുകിടക്കുന്ന ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനും ചർച്ചകൾ നടന്നു. ഹോർമുസ് കടലിടുക്കിൽ നിന്ന് മൈനുകൾ നീക്കം ചെയ്യാൻ സംയുക്ത പദ്ധതി വേണമെന്ന ആവശ്യം ചർച്ചയായി. സംഘർഷത്തിന്റെ തീവ്രത കുറച്ച് ഇനി പോസിറ്റീവ് സംഭാഷണത്തിന് ഇതോടൊപ്പം തുടക്കമിട്ടു. ഇപ്രകാരം സംഘർഷം പരിഹരിക്കുന്നതിനുള്ള മറ്റു ശ്രമങ്ങളെക്കുറിച്ചും ഇറാനും ഖത്തറും ചർച്ച ചെയ്തതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്ന വിഷയങ്ങളും ഇതോടൊപ്പം ചർച്ചയായി. അതേസമയം മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഐക്യം വേണമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആഹ്വാനം ചെയ്തു. ടെഹ്റാനിൽ നടന്ന 40ാമത് രാജ്യാന്തര ഇസ്ലാമിക് യൂണിറ്റി കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മുസ്ലിം രാജ്യത്തിന്റെ പ്രദേശം മറ്റൊരു മുസ്ലിം രാജ്യത്തിനെതിരെ ഉപയോഗിക്കരുതെന്നും അദ്ദേഹം സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അതേസമയം ഫെബ്രുവരി 28-ന് ആരംഭിച്ച അമേരിക്ക ഇറാൻ സംഘർഷം ഓഗസ്റ്റ് 28-ന് 6 മാസം തികയുമ്പോൾ സമാധാനത്തിന്റെ വെള്ളപ്പുക ഉയരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chummar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.